എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് തിരുവാതിര സ്പെഷ്യലായിട്ടുള്ള 2 റെസിപ്പിയാണ് കേട്ടോ. ഒന്ന് പുഴുക്കും, രണ്ടാമത്തത് കൂവ കൊണ്ടുള്ള പായസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുഴുക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു കഷ്ണം കപ്പ, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, പിന്നെ കാച്ചിലെടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്ന കൂർക്കയാണ്. ഇനി ഇതിനകത്തേക്ക് ഏത്തക്കായോ അല്ലെങ്കിൽ എന്താ പറയുക ചേമ്പ് ഇതെല്ലാം എടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. കാച്ചിലെടുത്തിരിക്കുന്നത് വയലറ്റ് കളറിലെ കാച്ചിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ കൂർക്ക മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിച്ചുള്ളൂ. ബാക്കി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി സാധനങ്ങൾ 3 എണ്ണം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നും കട്ട് ചെയ്യണ്ട, പുഴുക്കിന് വേണ്ടിയിട്ട്. കാരണം എല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിതൊന്ന് വേവിക്കണം. അപ്പോൾ ഞാനിത് കുക്കറിലാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണമെന്ന് വെച്ചാൽ ആവാം. അപ്പോൾ കുക്കറിലാവുമ്പം എളുപ്പമെന്നാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക. എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഒരേ പാകത്തിന് വേവുന്നതൊക്കെ തന്നെയാണ്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാന്താരി മുളകാണ്. ഞാൻ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാകത്തിന് വെള്ളമാണ്. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇടുന്നില്ല. അതിനുശേഷം ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോ കുക്കറിലും ഓരോ വിസിലിൻ്റെ ഓരോ ഇതായിരിക്കും കേൾക്കുന്നത്. ഇതിനകത്ത് എനിക്ക് 3 വിസിൽ കേട്ടപ്പോഴേക്കും വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം ഞാൻ ഒരു അരമുറിയിൽ കൂടുതൽ നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണ് കഷ്ണം എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നാളികേരം എടുക്കുക. വീണ്ടും കാന്താരി മുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ചെറിയ ജീരകം. ഇതിനകത്തേക്ക് വെളുത്തുള്ളിയോ ചെറിയ ഉള്ളിയോ ചേർക്കില്ല കേട്ടോ. നമ്മളിവിടെ തിരുവാതിര പുഴുക്കിന് പലയിടങ്ങളിലും വ്യത്യസ്ത രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത്. നമ്മൾ ചേർക്കാറില്ല. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് കൂവ പായസം റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ചേ തയ്യാറാക്കുന്നുള്ളൂ കേട്ടോ. അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് കുറുക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിന് കൂവ വിരകിയതെന്ന് പറയുന്നത് കേട്ടു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ആ പേര് കേൾക്കുന്നത്. നമ്മളിവിടെ കൂവ കുറുക്കിയത് അല്ലെങ്കിൽ കൂവ പായസം എന്നൊക്കെയാണ് പറയാറുള്ളത്. പല സ്ഥലങ്ങളിലും പല പേരല്ലേ പറയുക. അതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അതവിടെ ഒന്നിരിക്കട്ടെ. നമ്മുടെ പുഴുക്കിന് വേണ്ടിയിട്ട് വെച്ചതൊന്ന് തുറന്നു നോക്കി. ആ സമയത്ത് ഞാൻ അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് എടുത്താൽ മതി. 3 വിസിലാണ് കേട്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്. അപ്പോൾ കുറച്ച് വെള്ളം ഇരുന്നോട്ടെ. കാരണം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പം കറക്റ്റായിട്ട് നമുക്കിത് കിട്ടും. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വൻപയർ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൻപയർ ചേർക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് വൻപയർ ഇതിനകത്ത് പുഴുക്കിൽ ചേർക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ പുഴുക്കുണ്ടാക്കുമ്പോൾ ധാരാളം കിഴങ്ങ് വർഗ്ഗങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചെയ്ത് തയ്യാറാക്കി വരുമ്പോൾ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. അപ്പോൾ പയറൊന്നും ചേർക്കണമെന്നില്ല. പിന്നെ പയർ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റൊക്കെ കിട്ടും. പയർ വെന്തതായതുകൊണ്ട് ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നാളികേരം അരയ്ക്കുമ്പം ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ കുറച്ച് അരച്ചെടുത്താൽ മതി. നമ്മൾ എരിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ അരച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തിരുവാതിരയുടെ അന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞിയും അതുപോലെ തന്നെ ഈ പുഴുക്കുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ 2 വിഭവങ്ങളാണ് തയ്യാറാക്കാറുള്ളത്. ഈ കൂവയുടെ വിഭവം തയ്യാറാക്കി ഞാൻ കണ്ടിട്ടില്ല. സാധാരണ വേറെ ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാക്കും. കൂവ പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ തിരുവാതിരയുടെ അങ്ങനെ കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നേ ഇല്ല കേട്ടോ. കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകും മാത്രമാണ് എരിവിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ യൂട്യൂബിൽ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. ആൾക്കും കുക്കിംഗ് ചാനൽ തന്നെയാണ്. അവരുടെയൊക്കെ നാട്ടിൽ ഈ തിരുവാതിരയുടെ അന്ന് ഇതുപോലെ കൂവ പായസവും, അവർ കൂവ വിരകിയതെന്നാണ് പറയുന്നത്, പുഴുക്കുമാണ് തയ്യാറാക്കി കഴിക്കാറുള്ളതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് രണ്ടും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കാമെന്ന്. പക്ഷേ ഇങ്ങനെ കഴിച്ചപ്പം എനിക്കിഷ്ടമായി കേട്ടോ. കാരണം ഈ കൂവയുടെ കുറച്ചൊരു സ്വീറ്റ് അല്ലേ പായസത്തിൻ്റെ, പിന്നെ ഈ ഒരു പുഴുക്കും കൂടി ആ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. വറുത്തിടുകയൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുഴുക്കിന് നമ്മൾ സാധാരണ വറുത്തിടാറില്ല.
കുറച്ച് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അത് ആട്ടി വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അത്യാവശ്യം കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ പുഴുക്കിന്. അതിനുശേഷം നന്നായിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പുഴുക്ക് നമുക്ക് എപ്പോൾ കഴിക്കണത് വളരെ ഹെൽത്തി തന്നെയാണ് കേട്ടോ. കഞ്ഞിയുടെ കൂടെയൊക്കെ ഇപ്പോൾ തിരുവാതിര അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ കിട്ടുക വെച്ചാൽ നമ്മൾ പുഴുക്ക് തയ്യാറാക്കി കഴിക്കുന്നത് നല്ലത് തന്നെയാണ് ആരോഗ്യത്തിന്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കൂ. നമ്മുടെ തിരുവാതിര പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടി തയ്യാറാക്കണം, കൂവപ്പായസം. അപ്പോൾ കൂവപ്പായസം തയ്യാറാക്കാനായിട്ട് നമ്മൾ ആ കൂവപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡിയാക്കാം. ഞാൻ ദാ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വെള്ളത്തിൽ കലക്കി വെച്ച പൊടി ഉണ്ടല്ലോ, കൂവപ്പൊടി, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് കൈ വിടാതെ ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറുക്കുണ്ടാക്കുമ്പം എല്ലാവർക്കും അറിയാം, കൈ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം സാധനം കട്ട പിടിച്ചു പോകും, പ്രത്യേകിച്ച് ഈ കൂവയൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതാ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇത് തയ്യാറാക്കാൻ ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് മതി, നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇതാ ഈ ഒരു പാകം വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ അത് ആ പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മുന്നേ ശർക്കര ഇട്ട് കൊടുക്കണം. അതൊന്ന് അലിഞ്ഞ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് ശർക്കര ചേർക്കുന്നില്ല കേട്ടോ, കാരണം എനിക്ക് കൂവ കഴിക്കുമ്പം ഒരുപാട് മധുരം ഇഷ്ടമില്ല. ഞാൻ സാധാരണ കൂവ കഴിക്കാറുള്ളത് പഞ്ചസാരയോ അതുപോലെ തന്നെ ശർക്കരയോ ഒന്നും ചേർക്കാതെയാണ് കഴിക്കാറുള്ളത്. നല്ലതാണത്, ഹെൽത്തിയാണ് കേട്ടോ നമ്മൾ ഈ കൂവ ഇടയ്ക്ക് കഴിക്കുന്നത്. എന്നിട്ട് കൈ വിടാതെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കട്ട പിടിച്ചു പോകും. ഇപ്പോൾ ഇതാ നമ്മുടെ കൂവ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനകത്തേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം. ഞാൻ എന്താ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പായസത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരം ചേർത്ത് കൊടുത്തിട്ട് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഇതിന് കുറച്ച് ടേസ്റ്റ് കിട്ടുക. എനിക്ക് തോന്നുന്നു നാളികേരമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തയ്യാറാക്കുന്നത് കൊണ്ടായിരിക്കും കൂവ വിരകിയതെന്നൊരു പേര് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ഞാൻ കൂവ പായസം തന്നെയാട്ടോ പറയുന്നത്, അതുകൊണ്ട് എനിക്ക് ആ പായസമേ വായിൽ വരുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയ്ക്ക് അത്ര കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് ഈ ഒരു കളറിൽ കിട്ടിയത്. കാരണം ഈ ശർക്കര ചില നല്ല ഡാർക്ക് കളറിൽ ശർക്കര കിട്ടി വെച്ചാൽ ശരിക്കും നമ്മുടെ ഒന്നും കൂടി നല്ല ഡാർക്ക് കളറിൽ കിട്ടും. ഇത്രയും കളറല്ല കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. കാരണം ഇതിപ്പോൾ ലൈറ്റിൻ്റെ ആ ഒരു ഇതിൽ വരുമ്പോൾ കളർ കുറച്ച് കുറവാണ് തോന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കൂവ പായസവും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കാത്തവർ എല്ലാവരും തയ്യാറാക്കുന്നതാണ്. കാരണം തിരുവാതിര വ്രതം എടുക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. കാരണം സ്ത്രീകൾ മാത്രം എടുക്കുന്നൊരു വ്രതമാണ്. സാധാരണ എല്ലാ വ്രതവും പുരുഷന്മാർക്കും കൂടി എടുക്കാവുന്നതാണ്, പക്ഷേ ഈ ഒരു വ്രതം മാത്രം നമ്മൾ സ്ത്രീകൾ എടുക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും മകയിരം തിരുവാതിര ആശംസകൾ. എല്ലാവരും നന്നായിട്ട് വ്രതമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്